ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ ആനന്ദ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ വലിയ കാര്യമായിട്ട് അറിയാൻ ചാൻസ് ഇല്ല. പേരൻസ് ആയാലും ഇപ്പം എല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പുറകെയാണല്ലേ. പേരൻസ് കുട്ടികൾക്ക് വേണ്ടി, പേരൻസും എഴുതുന്നുണ്ടാവും കോമ്പറ്റേറ്റീവ് എക്സാംസ്. അപ്പോൾ ഇപ്പം കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന 2-3 കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട് നമുക്ക്. അതിൽ 2 എണ്ണം മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ഒന്ന് നവോദയയും ഒന്ന് സൈനിക് സ്കൂളുമാണ്. ഇപ്പം നവോദയയും സൈനിക് സ്കൂളും വെറും കോമ്പറ്റേറ്റീവ് എക്സാംസ് മാത്രമല്ല, അവരുടെ ഭാവിയിൽ അവർക്ക് നല്ലൊരു സ്കൂളിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ 2 സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നവോദയനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിൽ മൊത്തം കാണുന്നത് നവോദയ തന്നെയാണ്. അതേപോലെ തന്നെയുള്ള ഒരാളാണ് സൈനിക് സ്കൂൾ. ഈ പ്രാവശ്യം നമുക്ക് എക്സാം വരുന്നത് 2026 എക്സാം വരുന്നത്. നവോദയയുടെ 2025 തന്നെ വരികയും ചെയ്യുന്നുണ്ട് ഡിസംബറിൽ. സൈനിക് സ്കൂളിന്റെ എക്സാം നമുക്ക് 2026 ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലേക്കൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത്. ഈ പ്രാവശ്യം നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ സൈനിക് സ്കൂളിൽ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ സിലബസുകൾ, അതൊക്കെയാണ് നമ്മൾ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനു മുമ്പേ നമ്മളിവിടെ CC Plusൽ സൈനിക് സ്കൂൾ എൻട്രൻസ് മാത്രമല്ല LSS USS സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്, നവോദയ എൻട്രൻസ് എക്സാം ഉണ്ട്. 6 and 9 നവോദയ എൻട്രൻസ് എക്സാംസിന്റെ എല്ലാ ബാച്ച് ക്ലാസ്സുകൾ റണ്ണിംഗ് ആണ്. ജോയിൻ ചെയ്യാനായിട്ട് വേഗം തന്നെ നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 9496949929 വിളിച്ച് നിങ്ങൾ എൻക്വയറി എടുക്കണം കേട്ടോ. നമ്പർ ഒന്നും കൂടെ നോട്ട് ചെയ്തോ, 9496949929 വിളിച്ച് എൻക്വയറി എടുക്കാം. അപ്പോൾ അവർ സൈനിക് സ്കൂൾ എൻട്രൻസിന്റെ എങ്ങനെയാണ് ബാച്ച് ക്ലാസ്സുകൾ, എങ്ങനെയാണ് LSS USS സ്കോളർഷിപ്പ് എക്സാമിൻ്റെത് എങ്ങനെയാണ്, നിങ്ങളുടെ ഫാമിലീസിലൊക്കെ ഉണ്ടാവുമല്ലോ LSS ഒക്കെ എഴുതുന്ന കുട്ടികൾ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യണം കേട്ടോ വീഡിയോ. ഓക്കെ, അപ്പം ക്ലാസ്സിലേക്ക് പോകും. എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. നമ്മുടെ സൈനിക് സ്കൂൾ 2026 എന്താ പറയുക, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, എക്സസൈസിന് പോകുന്നു, ആർമി, നമ്മൾ എന്താ പറയുക, ശരിക്കും ഒരു ആർമി ആക്കാൻ വേണ്ടി അവർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യിക്കുകയാണ് നമ്മളെ, അല്ലേ? അതാണ് അവരവിടെ ചെയ്യുന്നത്. നമുക്കത് ഭയങ്കരമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നവോദയെ പോലെ ഒറ്റ ടൈം തീരുവല്ല, നമുക്ക് കുറച്ച് സൈനിക് സ്കൂളുകളേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ. അപ്പം ഇതിലേക്കൊക്കെ എന്താണ്, ആദ്യമേ തന്നെ അവരൊരു പരീക്ഷ നടത്തും. ആ പരീക്ഷ നടത്തിയിട്ട് അതിൽ നമ്മളിപ്പം +1 +2 ഇപ്പോൾ പേരൻസിന് പറയുവാണെങ്കിൽ 10ാം ക്ലാസ് ജയിച്ച അലോട്ട്മെൻറ്റ് വെച്ചിട്ടല്ലേ, അതേപോലെ സൈനിക് സ്കൂളിനും എന്തുണ്ട്, അലോട്ട്മെൻറ്റ്സ് ഉണ്ട്, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം പാസ്സായാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതും ഇപ്പം നമുക്ക് പുതിയതായിട്ട് 2 സൈനിക് സ്കൂൾ കഴിഞ്ഞ വർഷം മുതൽ അവർ അലോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ. അതിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഓരോ സ്ഥലത്തേക്കാണ് നമ്മൾ ഈ പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പം നവോദയ സ്കൂളുകളെ പറ്റി പറയുമ്പോൾ നവോദയ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇത് നമുക്ക് എല്ലാ ജില്ലകളിലും അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് മാത്സിന്റെ സിലബസ് നോക്കാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മുടെ മാത്സിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിലേക്ക് നോക്കാം. അതിനുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവരുടെ മാത്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഞാൻ പറയാം കേട്ടോ. മാത്സിന്റെ സിലബസിന് മുമ്പ് എല്ലാത്തിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് മാത്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും കേട്ടോ. 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. അതേപോലെ മാർക്ക് എന്ന് പറയുന്നത് 150 മാർക്കായിരിക്കും. 150 മാർക്കാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നതാണ് ജനറൽ നോളജ്, GK എന്ന് പറയും. അതിനകത്ത് സയൻസ് ഉണ്ടാവും, സോഷ്യൽ സയൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കായിരിക്കും. 50 മാർക്കായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി അടുത്തത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷും ഹിന്ദിയാണ് നമുക്ക് ചൂസ് ചെയ്യാവുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും കേരളത്തിലുള്ളവരെല്ലാം ചൂസ് ചെയ്യുക. അതിൽ നമുക്കുള്ളത് 25 ക്വസ്റ്റ്യൻസ് ആണ് 50 മാർക്കിന്. ഓക്കെ, അടുത്തത് ഇന്റലിജൻസിനും 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ടോട്ടൽ 300 മാർക്കിന് ആണ് എക്സാം വരുന്നത്. 125 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, 125 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 300 മാർക്കിന്റെ എക്സാം ആണ്. അതേപോലെ തന്നെ ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ മാത്സിന് 60 മിനിറ്റ്സ്, 1 മണിക്കൂറുണ്ട്. ബാക്കി എല്ലാ ആൾക്കാർക്കും അരമണിക്കൂർ വെച്ചിട്ടാണുള്ളത്. അപ്പൊ ടോട്ടൽ നമുക്ക് പറയുമ്പോൾ 1 hour 30 minutes കൊണ്ട് നമ്മൾ എക്സാം എഴുതി തീർക്കണം. 2 hour 30 minutes കൊണ്ട്. 1 hour അല്ല, 2 hour. ഇവിടെ 30. 2 hour
30 മിനിറ്റ്സ് 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ പരീക്ഷ മൊത്തത്തിൽ എഴുതി തീർക്കണം എന്നാണ് പറയുന്നത്. നോക്കി 50 ക്വസ്റ്റ്യൻ ആണ് മാത്സിന് തന്നെ ഉള്ളത്, 150 മാർക്ക്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മാർക്കും ഏതിനാണ്? നമ്മുടെ മാത്സിനാണ്. ജി കെയിൽ എന്തുണ്ട്? നമ്മുടെ സയൻസ് ഉണ്ട്, സയൻസിൽ നിന്നും ചോദിക്കും. പിന്നെ സോഷ്യൽ സയൻസ് SSൽ നിന്നും ചോദിക്കും. പിന്നെ നമ്മുടെ സാധാ ജനറൽ നോളജ് ഉണ്ടല്ലോ, കറണ്ട് അഫെയർസ് എന്ന് പറയൂലേ, കറണ്ട് അഫെയർ എന്ന് നമ്മൾ പറയൂലേ, കറണ്ട് അഫെയർ നമ്മളോട് ചോദിക്കും കേട്ടോ. ഇനി ലാംഗ്വേജിൽ 25 ക്വസ്റ്റ്യൻ ആണ്. അത് ഗ്രാമർ പാർട്ടും കോംപ്രിഹെൻഷനും എല്ലാം കൂടെ ചേർത്തിട്ടാണ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക് വരുന്നത് കേട്ടോ. അപ്പം 125 ക്വസ്റ്റ്യൻസ് 300 മാർക്ക് രീതിയിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് മാത്സിന്റെ സിലബസിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു മാത്സിൽ 150 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ, 150 മാർക്കിന്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിലെ സിലബസ് എന്ന് നോക്കാം. അപ്പൊ ഒന്നാമത് വരുന്നത് നമ്പർ തിയറി ആണ്. നമ്പർ തിയറി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലാർജ് നമ്പേഴ്സ് ഉണ്ടാവും, ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഉണ്ടാവും, അതെല്ലാം ഈ നമ്പർ തിയറി. നമ്പർ ആയിട്ട് വെച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും അത്യാവശ്യം നമ്മൾ ബേസിക് 5ാം ക്ലാസ് 6ാം ക്ലാസ്, ശരിക്കും പറഞ്ഞാൽ 6 അല്ല, കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ 7 ലെവലിൽ 8 ലെവലിൽ വരെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മാത്സിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 6ാം ക്ലാസ് ലെവലിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർ തിയറിയുടെ പ്രോബ്ലംസ് അതിലുണ്ടാവും. HCF ആൻഡ് LCM ഉണ്ടാവും, ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളും. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളം മീഡിയത്തിന് ഒരിക്കലും ക്വസ്റ്റ്യൻ കിട്ടത്തില്ല. നമ്മൾ ഇംഗ്ലീഷും ഹിന്ദി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്യാൻ പഠിച്ചിരിക്കണം കേട്ടോ, ടേംസ് ഒക്കെ. പിന്നെയുള്ളത് ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ എന്തായാലും നിങ്ങൾ ഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്, CBSE ആയാലും സ്റ്റേറ്റ് ആയാലും. ആവറേജ് കാണാനുണ്ട്, സ്ക്വയർ റൂട്ട്, യൂണിറ്ററി മെത്തേഡ്, പേഴ്സൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ഡിസ്റ്റൻസ്, ഏരിയ ആൻഡ് പെരിമീറ്റർ, വോളിയം, ജിയോമെട്രി, ഇവരൊക്കെയാണ് എവിടെ വരുന്നത്? നമ്മുടെ മാത്സിന്റെ സിലബസിൽ വരുന്ന ആൾക്കാർ കേട്ടോ. നോക്കി, നമുക്ക് സ്ക്വയർ റൂട്ട്, ഇപ്പം നവോദയ എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നമ്പർ തിയറി, LCM, ഫ്രാക്ഷൻ, ആവറേജ്, യൂണിറ്ററി മെത്തേഡ്, പേഴ്സൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ തന്നെ ഏരിയ പെരിമീറ്റർ, ഇത്ര മതി. സോറി, പേഴ്സൻറ്റേജ് ഇല്ല, പേഴ്സൻറ്റേജ് ശരിക്കും ഇല്ല നവോദയയിൽ. ഇത്രയും കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ എവിടെ വരുന്നുണ്ട്? നമുക്ക് HCF പഠിക്കാനുണ്ട്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഉണ്ട്, പേഴ്സൻറ്റേജ് പഠിക്കണം, അതേപോലെ എന്ത് പഠിക്കണം? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇവിടെ പഠിക്കാനുണ്ട്, റേഷ്യോ പ്രൊപ്പോർഷൻ പഠിക്കണം. ഈ റൗണ്ട് ഇട്ട് പറയുന്നതെല്ലാം എന്താ? പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. നമുക്ക് നവോദയക്കില്ലാതെ സൈനിക് സ്കൂളിന് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു 14 ടോപ്പിക് ചിലപ്പോൾ എന്താണെന്നറിയോ, ഇതിന് ഇടയിലും ഇത് 14 ടോപ്പിക്കായിട്ട് എടുത്തതേ ഉള്ളൂ. ഇതിനെ പലതും എന്ത് ചെയ്യും? ഈ വോളിയത്തിനൊക്കെ ചിലപ്പോൾ അവർ പറയും ഏരിയ ആൻഡ് പെരിമീറ്റർ ആൻഡ് വോളിയം അങ്ങനെ വരും. അപ്പോൾ അവരത് ഒറ്റ ചാപ്റ്ററിലേക്ക് ആക്കും. അപ്പം ഈ 14 എന്നുള്ളത് ചിലപ്പോൾ 13 അങ്ങനെ ആക്കും. പക്ഷെ കണ്ടൻസുകളെല്ലാം ഇതിനകത്തുള്ളത് എന്തായിരിക്കും? എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും എന്നൊക്കെ പറയുമ്പോൾ വലിയ ആൾക്കാരുടെ റൂട്ടൊന്നും കാണാൻ നിങ്ങൾക്കില്ല. ജസ്റ്റ് ചെറിയ ആൾക്കാരുടെ റൂട്ട് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് ആ ഒരു സൈഡിൽ നിന്ന്. ഓക്കെ, ദെൻ അപ്പം മാത്സിന്റെ സിലബസിൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് വരുന്ന ഒരാളാണ് ഇന്റലിജൻസ്. ഇന്റലിജൻസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇന്റലിജൻസിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. സെയിം ക്ലാസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണ് ലീഫ്, റൂട്ട്, ഫ്ലവർ, ആനിമൽ. ഞാനിത് ഭയങ്കര സിമ്പിളായിട്ട് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഇതേപോലെ തന്നിട്ട് ഇതിൽ പെടാത്തത് ആര്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ടെസ്റ്റാണ് ചോദിക്കുക. ഇത്ര സിമ്പിളൊന്നും അല്ലാട്ടോ തരുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്താണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ് ഉണ്ടാവും. ഇപ്പോൾ ABCD ഒക്കെ വെച്ചിട്ട് കോഡ് ചെയ്യില്ലേ, അതൊക്കെ ഉണ്ടാവും. അനലോഗി ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും നമ്പേഴ്സ് തന്നിട്ട്, ഇപ്പം നോക്കിയേ, ഞാനിവിടെ 4 തന്നു. 4 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 2ന്റെ സ്ക്വയർ ആയിട്ട് എടുത്തു. അപ്പം ഞാൻ അടുത്തത് എഴുതാൻ പോകുന്നത് 3ന്റെ സ്ക്വയറാണ്. അപ്പം 9. ഓക്കെ, ഇനി അടുത്ത ഒരാളെ തരുവാണ് 5 അല്ല സോറി 16 തന്നു. 16 തന്നു. അപ്പം നോക്കിയാൽ അത് എന്തിൻ്റെ സ്ക്വയറാ? 4ന്റെ സ്ക്വയർ. അപ്പം അടുത്തത് എന്തിൻ്റെ വരണം? അതിൻ്റെ തൊട്ടടുത്തുള്ള ആളുടെ വരണം, 5ന്റെ സ്ക്വയർ വരണം. അപ്പോൾ അവിടെ എന്ത് വരും? 25. ഇതേപോലെയൊക്കെ വരുന്ന ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻ മീൻസ് അനലോഗി ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ടാവും. പാറ്റേൺ കംപ്ലീഷൻ പോലത്തെ മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ടാവും. ഡയറക്ഷൻ സെൻസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ലേ,
ഒരു പോയിന്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നു, ഈസ്റ്റിലേക്ക് പോയി വൺ റൗണ്ട് ചെയ്ത് തിരിച്ച് സൗത്ത് അങ്ങനെയൊക്കെ ഒന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ നമുക്ക് എവിടെയുണ്ട്, ഡയറക്ഷനിലുണ്ട്. ബ്ലഡ് റിലേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഏജ് ഇപ്പം ഇങ്ങനെ പറയത്തില്ലേ, എന്താ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, പെട്ടെന്ന് എനിക്കും ക്വസ്റ്റ്യൻ വരുന്നില്ല. നമ്മുടെ സൺ ഇപ്പം ഒരാൾ ഇപ്പം അമിത്തിൻ്റെ ഫാദർ ഈ പറയുന്ന സ്വിതയുടെ ബ്രദറാണ് എങ്കിൽ സ്വിതയും അമിലും തമ്മിലുള്ള ബന്ധം എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എവിടെ ചോദിക്കുന്നത്, ബ്ലഡ് റിലേഷനിൽ ചോദിക്കുന്നത് കേട്ടോ. ബ്ലഡ് റിലേഷൻ നമ്മുടെ റിലേഷൻസ് പറഞ്ഞു. പിന്നെ റോസ് ആൻഡ് റാങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്പർ പ്രോബ്ലംസ് ഉണ്ട്. റോസ് ആൻഡ് റാങ്ക്സ് എന്നൊക്കെ പറയുമ്പം ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എഴുതുന്നത്. അതേപോലെ ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇവിടെ 18, ഇവിടെ 12 അങ്ങനെയൊക്കെ തന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അങ്ങനത്തെയാണ് റോസ് ആൻഡ് റാങ്ക്സിൽ വരിക. ഇനി നമ്പർ പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി അടുത്തത് വരുന്നത് റിപ്പീറ്റഡ് സീരീസ് ആയിരിക്കും. നമ്പർ അനലോഗി ഉണ്ടാവും. ക്ലോക്ക് ടൈം ഡിസ്റ്റൻസ് ഉണ്ടാവും. ക്ലോക്കിൻ്റെ വെച്ചിട്ടുള്ളത്, ടൈം ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഈ ടൈം ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. ഇനി വരുമ്പോൾ നമ്മുടെ ശരിക്കും മെൻ്റൽ എബിലിറ്റി പോർഷൻസ് തന്നെയാണ് വരുന്നത്. എന്തൊക്കെയാ, മിറർ ഇമേജ് വരുന്നുണ്ട്, നമ്പർ ഓഫ് ഷേപ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയർ തന്നു, ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3 4 5 5 സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ല, അതേപോലത്തെ. പിന്നെ ഫിഗർ ക്ലാസിഫിക്കേഷൻ, ഫിഗർ അനലോഗി, ഫിഗർ സീരീസ് കംപ്ലീഷൻ, ഇതെല്ലാം എവിടെ വരുന്നുണ്ട്, നമ്മുടെ ഇൻ്റലിജൻസിലെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു 16 ടോപ്പിക്സ് ആണ് ഇൻ്റലിജൻസിലുള്ളത്. അതേപോലെ ഒരു 14 ടോപ്പിക്കാണ് നമുക്ക് എവിടെയുള്ളത്, മാത്സിലുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൈനിക് സ്കൂളിനുള്ളതും അതേപോലെ തന്നെ LSS USS നവോദയയ്ക്കൊക്കെ വേണ്ടിയുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക, 9496949929 വിളിച്ച് എല്ലാവരും എൻക്വയറി എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സൈനിക് സ്കൂളിൻ്റെ. അപ്പം നിങ്ങൾ സൈനിക് സ്കൂളിൻ്റെ എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളിത് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.